25,000 പ്ലസ് 30,000 പ്ലസ് ജോർജേ, ഇപ്പൊ ഒരു ബൈക്കിനൊക്കെ എന്ത് വില വരും? സാധാരണ ഒരു ബൈക്ക് വെച്ചെങ്കിൽ 60-70 റേഞ്ചിൽ വരും. ഇനിയിപ്പോ ബുള്ളറ്റ് വെച്ചെങ്കിൽ 1.5 ലക്ഷത്തിന്റെ മേലെയാവും. അയ്യോ, ഇനി അവൻ പോയിട്ട് ബുള്ളറ്റ് എങ്ങനെ വാങ്ങിക്കൊണ്ട് വരുമോ? സാറ് ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണത്. ഇതാ പാലക്കലെ സണ്ണി സാറിന്റെ ഓഫീസിൽ നിന്ന് തന്ന ബില്ല. ഒരു ബൈക്കിന് 18 ലക്ഷം രൂപയോ? എങ്ങനെയുണ്ടപ്പാ? സൂപ്പർ അല്ലേ? പിന്നെ അപ്പന്റെ മാതിരി ഞാൻ നമ്പർ പ്ലേറ്റ് ഒന്നും കാശുകളില്ല കേട്ടോ. നമ്പറിന് നീ ഉള്ളപ്പോ എന്തിനാടാ വേറെ നമ്പർ? ആരോട് ചോദിച്ചിട്ടാടാ നീ 18 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചത്? അപ്പൻ അങ്ങനെ മാത്രം പറയരുത്. അപ്പുറം ഞാൻ പറഞ്ഞതല്ലേ നല്ല തന്നെ നോക്കി വാങ്ങാമെന്ന്. നല്ലതെന്ന് പറഞ്ഞാൽ 18 ലക്ഷം രൂപയുടെ ബൈക്കാണോ? അപ്പൻ ഏത് പാതിരാക്കും പറയാറുള്ളതല്ലേ അന്തസ് വേണോടാ അന്തസ്ന്ന്. അപ്പൊ മെഴ്സറീസ് ബെൻസ് ഓടിക്കുന്ന അന്തസ്സിനല്ലേ. ആ അപ്പന്റെ മോൻ സാധാ ബൈക്ക് ഓടിച്ചാ അപ്പന്റെ അന്തസ്സിൽ ഇല്ലാണ്ടാവണേ. അപ്പന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എന്നെ നിർബന്ധിക്കരുത്. വെരി സോറി. 18 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിയ സ്ഥിതിക്ക് ഇവന്റെ കാർ ഞാൻ എടുത്തോളാപ്പാ. എന്നാലേ അന്തസ് ബാലൻസ് ആവും. സ്വത്ത് ഭാഗം വെക്കുമ്പോ ഈ കിടക്കുന്ന അന്തസ്സിന്റെ വില കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. നിന്നെ കെട്ടിക്കുമ്പോഴും എന്റെ അപ്പൻ അന്തസ്സിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇനി എന്നെ കെട്ടിക്കുമ്പോ അപ്പൻ അതിനേക്കാൾ അന്തസ് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അല്ലപ്പാ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണ് തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും. നിന്റെ കാളകളി ഇന്നത്തോടെ ഞാൻ നിർത്തും. ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും. നീ അനുസരിക്കും. മനസ്സിലായോ? നാളെ മുതൽ ബസ് സർവീസിന്റെ ചുമതല നിനക്കാ. ഓഫീസിൽ പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം. രാത്രിയിൽ എല്ലാ ബസിന്റെയും കണക്കുകളും കളക്ഷനും എന്നെ നേരിട്ട് ഏൽപ്പിച്ച് ബോധിപ്പിച്ചിട്ടേ നിന്നെ ഞാൻ ഉറക്കൂ. മനസ്സിലായടാ കഴുതേ? അല്ലപ്പാ, എന്റെ എക്സാം അതിന്റെ കുറെ പ്രിപ്പറേഷൻസ്. എന്ത് പറഞ്ഞാലും ഇവന്റെ ഒരു പ്രിപ്പറേഷൻ. നിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലടാ. ഇനി അപ്പം പറയുന്നത് കേക്ക്. ശരി അളിയാ. അപ്പാ, still I love you. ചേച്ചി ഒന്ന് ഗ്യാപ്പ് കൊടുത്തു. കേറി വാ മോളെ വേഗം. അവിടെ മുതലാളി വന്നാൽ കണ്ടില്ല നിങ്ങൾ? അയ്യോ, മുതലാളി എന്താ ഇതില്? എന്നെ മുതലാളി വിളിക്കാം. ഐ എം എ സോഷ്യലിസ്റ്റ്. ജോമോൻ ടി വിൻസൻ, ഈ വിൻസൻ മോട്ടോഴ്സിന്റെ. അതാ പോയി ജോലി ചെയ്തോളൂ. ആയിക്കോട്ടെ. ബെല്ലൊക്കെ സിമ്പിളാ. ചേട്ടൻ നാളെ ഉണ്ടാവോ? ഇനി അങ്ങോട്ട് ഡെയിലി ഉണ്ട്. എന്താ കുട്ടിയുടെ ജോമോൻ? ഫ്ലെക്സിബിൾ ആണ്. താങ്ക് യു. സോറി. നിങ്ങൾക്ക് ഏത് കോളേജ്? നാളെ കാണാം. ബൈ. 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 ചേട്ടാ ഇങ്ങോട്ട് ഞാൻ ചെയ്യാൻ വേണ്ടില്ലായിരുന്നു. കുറെ കാലം കൂടിയിട്ടുള്ള ആഗ്രഹം. ആണോ? ഞാൻ ചെയ്തോളാം. ചേട്ടൻ ടിക്കറ്റ് കൊടുക്കണേ. സോറി സോറി. നൈസ് ഡാ. ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ? ചേട്ടാ ഒന്ന് പതുക്കെ ബ്രേക്ക് ഔട്ട്. ചേട്ടാ എനിക്ക് ആ നമ്പർ ഒന്ന് തരുമോ? അതിനിപ്പോ എന്താ?
എന്തിനാ കൊട? മഴയും വെയിലൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനു സാറേ കൂടാ? എടോ, കാശ് കൊടയിൽക്കിടാൻ. എവിടെയൊക്കെ ക്യാമറ വെച്ചെന്ന് യാതൊരു പിടിയില്ല. കൈക്കൂലി കൊടുക്കാൻ അറിയാത്ത പൊട്ടൻ. ഇതാണ് തന്റെ പീഡിയയുടെ ലൈസൻസ്. ഇനി താൻ എന്നെയും കണ്ടിട്ടില്ല, ഞാൻ തന്നെയും കണ്ടിട്ടില്ല. ഇതാരാ ഓടിക്കുന്നത്? ഹാൻഡ് ഫ്രീ. ഇറങ്ങി പോടോ. എന്താ എന്റെ പേര്? ജോമൻ എന്നാണ് സാർ. വിൻസെന്റ് മോട്ടോർസ്. നീയാ ഡ്രൈവർ? ഡ്രൈവർ ആകത്തിന് സാർ. ആ നിൽപ്പ് കണ്ട, എന്തൊരു പാവാ. അകത്ത് കിടക്കണ്ട വകുപ്പാ. ഹെവി ലൈസൻസ് ഇല്ലാണ്ടല്ലേ വണ്ടി ഓടിച്ചത്. ഈ പാവ ഒരു മേയറായത് നിന്റെ ഭാഗ്യം. ആ കെയർ ഓഫിൽ നല്ല കളി കളിച്ചിട്ടാ ഈ കേസിൽ പെടാതെ ഊരിയത്. ഇത് വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ മിനിമം 1 ലക്ഷം രൂപയെങ്കിലും എണ്ണാമായിരുന്നു എന്റെ മിഷനില്, ഇല്ലേ? അതേന്നേ. ഈ കുരുത്തം കെട്ടവനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അളിയ? ഞാനിപ്പോ എന്താ പറയണ്ട എന്റെ അളിയ? എന്റെ അങ്കിളെ ബസ് ഓടിച്ചെന്ന് രക്ഷപ്പെട്ടു എന്ന് വെക്കാം. അപ്പന്റെ ഇത് കണ്ട, ആ ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇവന്റെ കൂടെ നിന്ന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരാളല്ല, വേറെ 3-4 പെമ്പിള്ളേര് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ദേ നോക്കിയേ, വിത്ത് മൈ ക്യൂട്ട് ഫ്രണ്ട് ജോമോൻ. ഷോ, ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു. നോട്ട് കണ്ട, ഇതിന്റെ ഇടയിൽ അവന് ഫാൻസിന്റെ കാര്യം നോക്കാനാ തിരക്ക്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം ഇങ്ങോട്ട് പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ. അതിനിവിടെ തേക്കാത്ത ചുമരുണ്ടോ? എന്റെ ദൈവമേ, ഈ ജാതി ബുദ്ധിയില്ലാത്ത പെങ്ങളെയാണല്ലോ നീ എന്റെ തലയിൽ കെട്ടിവെച്ചത്. പെങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് അളിയനൊന്ന് പറ. അത് വേറൊന്നുമല്ല, ദൈവഭയം ഇല്ലാത്തോണ്ടാ അവനിങ്ങനെ തലതിരിഞ്ഞു പോണത്. കറക്റ്റാ. നീ എത്ര കാലമായി പള്ളിയിൽ പോയിട്ട്? അപ്പൊ മറന്നുപോയോ? കഴിഞ്ഞ ക്രിസ്മസ് നമ്മൾ ഒന്നിച്ചല്ലേ പള്ളിയിൽ പോയത്? കഴിഞ്ഞ ക്രിസ്മസാ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊല്ലം 1 ഇത് പുതിയ ക്രിസ്മസാ. ശരിയാ. ഒരു കാര്യം ഞാൻ പറയാം, ഇനി മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും ഇവരുടെ കൂടെ നീ പള്ളിയിൽ പോണം. നന്നായി ഒന്ന് കുമ്പസരിച്ചിട്ട് പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞിട്ട് എന്റെ മുന്നിൽ വന്ന് നിന്നാ മതി. അപ്പാ മിണ്ടി പോകരുത്. എന്ത് പോക്കൃത്തരം കാണിച്ചാലും അവസാനം അവന്റെ ഒരു നമ്പർ സ്റ്റിൽ ഐ ലവ് യു അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. മനസ്സിലായ? നീ ആദ്യം പള്ളിയിൽ പോ. നല്ല ബുദ്ധി തോന്നിക്കണമെന്ന് കർത്താവിന്റെ അടുത്ത് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. ആമേൻ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്താന്നറിയില്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ പാപങ്ങളെ കഴുകി വൃത്തിയായി ഒരു പുതിയ മനുഷ്യനായി തോന്നില്ലേ? വാ പോവാ.
ഇത്ര സ്നേഹനിധിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്പിരിച്വാലിറ്റിയിലേക്ക് നേരത്തെ വരേണ്ടതായിരുന്നു. ക്രിസ്തുദേവൻ എന്നൊരു കാന്തം പോലെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാന്തത്തിന്റെ പേര് കാതറിൻ. ആണോ? ആ ഡാ, നീ കൊത്താൻ നോക്കുന്നതേ ഒരു വമ്പൻ സ്രാവിന്റെ കുഞ്ഞിനെയാ. വമ്പൻ സ്രാവ്? ദുബായിലൊക്കെ ബിസിനസ് ഉള്ള നാൻസി കുര്യനില്ലേ, അവരുടെ ഒറ്റ മോളാ ഈ കാതറിൻ. ശരിക്കും? കാതറിൻ. സംഗതി ലോക ലോട്ടറിയാ. ഇതെങ്ങാനും നടന്ന ഞാൻ എന്റെ എല്ലാ അഴിമതിയും ബിസിനസ്സും കെട്ടിപ്പൂട്ടി വെച്ച് നിന്റെ മാനേജറായിട്ട് പോകും. നാൻസി മേഡത്തിന്റെ ഒറ്റ മോളായതുകൊണ്ട് സ്വത്തും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. നോട്ടെണ്ണം മിഷീനൊരു പണിയായി. സ്വത്തിനെ പറ്റി മാത്രം പറഞ്ഞ കുട്ടിയുടെ ഒരു വാല്യൂ കളയില്ല ഞങ്ങളെ. എന്നാ ഒരു കാര്യം ചെയ്യാം, നല്ല മാലാക പോലൊരു പെങ്കൊച്ചിനെ ഏതെങ്കിലും ഓർഫനേജിൽ നിന്ന് ഞാൻ തപ്പിയെടുത്ത് കൊണ്ടുവരാം. മതിയോ? അങ്ങനെയല്ല, എന്നാലും അതിന് ആ കുട്ടിക്ക് ഇവനോടും തോന്നണ്ടേ? സാധാരണ പെൺകുട്ടികളെ കാണുമ്പോ ഇവന്റെ ഒരു ബാറ്ററി ചാർജിങ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഏൽക്കാൻ പോണില്ല. കൃത്യമായ പ്ലാനിങ് വേണം. തൃശ്ശൂരുള്ളപ്പോ നമ്മുടെ നിമ്മി ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലാ കുട്ടി പോവാറുള്ളത്, ലാഫെമ്മില്. ഹായ്. ഹായ്. എന്താ കുട്ടിയുടെ പേര്? കാതറിൻ. ഓ, ഞാൻ ലാലി. ഓക്കെ. എപ്പോഴും ഇവിടെയാണോ വരാറ്? നാട്ടിലുള്ളപ്പോ. ഓ നൈസ്. എന്ത് പറ്റി കാതറിൻ? കാറ് പാർക്ക് ചെയ്തതിന്റെ ബാക്കിൽ വേറൊരു കാറിട്ട് ബ്ലോക്കായി. ഇപ്പൊ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അയ്യോടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ കാണാം. ഓക്കെ. അല്ലെങ്കിൽ കാതറിൻ കയറിക്കോളൂ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ചേച്ചി, ഞാനൊരു ടാക്സി വിളിച്ചോളാം. അല്ലെങ്കിൽ വേറെ കാർ അയക്കാൻ പറയും. അതിനൊക്കെ ഇനി കുറെ നേരം എടുക്കില്ലേ? കുട്ടി കയറിക്കോളൂ, വീൽ ഡ്രോപ്പ് ചെയ്യൂ. എന്റെ ബ്രദറാ. ഓ ഹായ്, ജോമോൻ. ഹായ്, ഐ ആം കാതറിൻ. അയ്യോ, ഞാൻ മോക്ക് ബേബി ഫുഡ് വാങ്ങിക്കാൻ മറന്നുപോയി. നീ എന്നെ ഷാബാ മോളിന്റെ അവിടെ ഒന്ന് വിട്ടേക്കോ, എന്നിട്ട് നീ കൊച്ചിനെ വിട്ടിട്ട് വന്നിട്ട് എന്നെ എടുത്താൽ മതി. ശരി ചേച്ചി. മോൾ വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ, വെറുതെ ജോമോനെ ഡ്രൈവറാക്കി കംപ്ലൈന്റ് വേണ്ടല്ലോ. ഓക്കെ. ശരി, ബൈ. ബൈ ബൈ. What's up? I think we have met before. പള്ളിയിൽ വെച്ചല്ലേ? ശ്രദ്ധിച്ചോന്ന് ഷുവറില്ലാത്തോണ്ടാ ഞാനൊന്നും പറയായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെയൊന്നുമില്ല, MBA കഴിഞ്ഞു ഇരിക്കുന്നു. What about you? ഞങ്ങളുടെ ഫാമിലിയും ബിസിനസ്സിലാണ്. ഞാനിതുവരെ ഇൻവോൾവ് ആയിട്ടില്ല കേട്ടോ. പിന്നെ പോക്കറ്റ് മണിക്ക് കുറച്ച് ഇ-കൊമേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു തുടങ്ങി. കൊള്ളാലോ, ദാറ്റ്സ് നൈസ്. നിങ്ങളും ഇവിടുത്തെ വെൽ നോൺ ബിസിനസ് ഫാമിലി ആണല്ലോ. ആര് പറഞ്ഞു? ചേച്ചി പറഞ്ഞു.
നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു. താങ്ക് യു സോ മച്ച്. വെൽക്കം. ബൈ. ബൈ. ഓക്കെ നൈസ്. അപ്പൊ ബാലോടാ, നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സിന്റെ ഫ്ലാറ്റുകളൊക്കെ ഒരേ ബ്ലോക്കിൽ തന്നെയാണ് കേട്ടോ. അതിനെന്താ പ്രയാസം? പിന്നെ അടുത്ത ആഴ്ച തന്നെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ. പിന്നെ വർക്കുകളൊക്കെ കൃത്യസമയത്ത് തന്നെ തീർക്കണം. എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചെല്ലാനുള്ളതാ. അത് ഞങ്ങൾ ഏറ്റു. ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജ് പ്രോജക്റ്റ്. ഓക്കെ ദെൻ സീ യു. ശരി ബാലോടാ. ബൈ. ഞാൻ കാരണം ഒറ്റയടിക്ക് 30 ഫ്ലാറ്റാ ബുക്കിംഗ് ആയത്. ഈ പ്രവാസി അസോസിയേഷനെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങൾ. പിന്നൊരു കാര്യം, എന്താ? വേണ്ട, അല്ലെങ്കിൽ തന്നെ അളിയന് 100 ടെൻഷനാ. ഞാൻ പറയില്ല. ഞാൻ പറയില്ല. പറയാനല്ലേ പറഞ്ഞത്? അല്ല, അളിയനല്ലേ ഇവരെയൊക്കെ കൊണ്ടുവന്നതിന് അളിയൻ എങ്ങനെയാ കമ്മീഷൻ കൊടുക്ക? അഥവാ കൊടുത്താൽ തന്നെ അളിയൻ വാങ്ങുന്നൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? സത്യം, ഈ ടെൻഷൻ കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കമ്മീഷൻ തന്ന അളിയൻ വാങ്ങുമല്ലോ. ആ ടെൻഷൻ മാറി. കമ്മീഷൻ വാങ്ങാത്തൊരു മുതല്. എന്താ പറഞ്ഞേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പനെ ജീൻസിനാൻ പോവാ? അതല്ല, ഈ കട ഞാൻ നിന്റെ പേരിൽ തുടങ്ങാൻ പോവുക. നിന്നെ ഇനി ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റില്ല. അപ്പൻ എന്റെ പേരിൽ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്റെ താല്പര്യം കൂടി നോക്കണ്ടേ? എന്താ നിനക്കൊരു താല്പര്യ കുറവ്? ഇതെന്താ ന്യൂ ജനറേഷൻ അല്ലേ? പിന്നെ നിനക്കൊരു സഹായത്തിന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ടോണിയെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതല്ല, എന്റെ എക്സാംസ്, അതിന് ചില പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ കുറെ കണ്ടതാ. ഇനി മതി. വേണമെങ്കിൽ പരീക്ഷ എഴുതാൻ കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ട് വന്നോ. ബാക്കി പഠിത്തമൊക്കെ ഇവിടെ. എന്തേ?